ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ സിലബസ് അനുസരിച്ചുള്ള 5ാമത്തെ ചാപ്റ്ററിലെ പോർഷൻസ് ആണ് അല്ലേ. 5ാമത്തെ ചാപ്റ്റർ അഭിനയ ഗുണനം, ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷനിലെ ഫസ്റ്റ് സെക്ഷന്റെ കാര്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിലെ തിയറിയും കോൺസെപ്റ്റും അതിൻ്റെ പ്രോബ്ലംസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ അടുത്ത് വരുന്നത് അതിൻ്റെ സെക്കൻഡ് സെക്ഷൻ ആയിട്ടുള്ള ഹരണം, ഡിവിഷൻ എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ അതിലെ കോൺസെപ്റ്റും തിയറിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അതെന്താണെന്ന് നോക്കാം. സോ ആ ടോപ്പിക്കിലേക്ക് പോയാലോ. യെസ്, ഡിവിഷൻ. സോ നമ്മൾ നേരത്തെ ഇറാഷണൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു അവിടെ നമ്മൾ പഠിച്ചത്? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എക്സ് വൈ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഇങ്ങനെ പഠിച്ചായിരുന്നു. അതായത് എക്സ് ഇൻറ്റു വൈ എന്താണ്? എക്സ് വൈ എന്ന് പറയുന്ന പോലെ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് വൈക്ക് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നോക്കൂ, നമുക്കിവിടെ രണ്ട് നമ്പേഴ്സ് 2 × 3 6 ആണെന്ന് നമുക്കറിയാം. 2 × 3 ഇവിടെ പറയുന്നതാണ്. 2 × 3 എന്താണ്? 2 × 3 6 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ 6/2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും എന്ന് അറിയാം. 6/3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടുമെന്ന് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ എന്താണ്? റൂട്ട് 2 × റൂട്ട് 3 എന്താണ്? റൂട്ട് 6 ആണ്. റൂട്ട് 2 × റൂട്ട് 3 എന്താണ്? റൂട്ട് 6 ആണ് വരിക. അപ്പോൾ ഇതിന് നമുക്ക് മാറ്റി എഴുതാം. ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് നമ്മൾ 2 × 3 6 എന്ന് എഴുതിയപ്പോൾ 6/2 3 എന്ന് എഴുതിയ പോലെ എന്താണ്? ഇത് റൂട്ട് 2 റൂട്ട് 3 റൂട്ട് 6 ആണെങ്കിൽ റൂട്ട് 6/റൂട്ട് 2 എന്ന് പറയുന്നത് റൂട്ട് 3 ആയിരിക്കും കേട്ടോ. അതുപോലെ റൂട്ട് 6/റൂട്ട് 3 എന്ന് പറയുന്നത് റൂട്ട് 2 ആയിരിക്കും. ഇതാണ് ഈ പറയുന്ന കോൺസെപ്റ്റ്. അതായത് ഈ z/x = y ആണെങ്കിൽ z/y എന്തായിരിക്കും? x ആയിരിക്കും. അതായത് ഇവിടെ കിടന്ന y ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് ചെയ്യണം? x സ്വാഭാവികമായിട്ട് മുകളിലേക്ക് പോകണം. ഓക്കെ. അപ്പോൾ ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ്, ഏത് പോസിറ്റീവ് നമ്പേഴ്സിനും, അത് റൂട്ട് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏത് പോസിറ്റീവ് നമ്പേഴ്സിലും റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ ചെയ്താൽ റൂട്ട് ഇസഡ് ആണെങ്കിൽ, റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ റൂട്ട് ഇസഡ് ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? റൂട്ട് ഇസഡ് ബൈ റൂട്ട് എക്സ് എന്ന് പറയുന്നത് റൂട്ട് വൈ ആയിരിക്കും. റൂട്ട് ഇസഡ് ബൈ റൂട്ട് വൈ എന്ന് പറയുന്നത് റൂട്ട് എക്സും ആയിരിക്കും എന്ന് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. അതായത് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് പറയുന്നത് റൂട്ട് ഇസഡ് ആയിരിക്കും. അതാണ് അതിൻ്റെ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ റൂട്ട് എക്സ് റൂട്ട് വൈയുടെ കേസ് എഴുതില്ലേ. 6/2 എന്താണ്? 3 ആണ്. ഓക്കെ. 6/3 എന്ന് പറയുന്നത് 2 ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു റൂട്ട് 6/റൂട്ട് 2 ഈക്വൽ ടു റൂട്ട് 3 എന്ന് പറഞ്ഞു. ഇതിന് നമുക്ക് ഈ റൂട്ട് 6/റൂട്ട് 2 നമുക്ക് ഇങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 6/2 എഴുതാം. കാരണം എന്താ? റൂട്ട് ഓഫ് 6/2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 6/2 എന്താ? 3 അല്ലേ. അപ്പോൾ റൂട്ട് 3 ഇതാണ് അതിൻ്റെ മറ്റൊരു കോൺസെപ്റ്റ്. അതുപോലെ തന്നെ റൂട്ട് 6/റൂട്ട് 3 എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 2 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം? റൂട്ട് 6/റൂട്ട് 3 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് ഓക്കെ, ഇവിടെ തന്നെ എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 6/റൂട്ട് 3 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 6/3 എന്ന് എഴുതാം. റൂട്ട് ഓഫ് 6/3 എന്ന് എഴുതാം. സോ റൂട്ട് ഓഫ് 6/3 എന്താണ്? 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? റൂട്ട് 2 എന്ന് വരും. കണ്ടോ? റൂട്ട് 2 ഈ കിടക്കുന്ന പോലെ. സോ ഇത് നമ്മൾ നേരത്തെ കണ്ടത്. അത് നമുക്ക് എന്താണ്? ഈ ഫ്രാക്ഷൻസ് വരുന്നത്, അതായത് രണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുന്നതിന് ഒരേ റൂട്ടിനകത്ത് നമുക്ക് ആക്കാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലും രണ്ട് നമ്പേഴ്സിന്റെ റൂട്ടുകൾ മൾട്ടിപ്ലൈ ചെയ്തിരുന്നാലും ഡിവൈഡ് ചെയ്തിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഒരേ റൂട്ടിനകത്താക്കി മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക കേട്ടോ. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് വൈ എന്ന് എഴുതാം. റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് ബൈ വൈ എന്ന് എഴുതാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലും ഇറാഷണൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും ഇൻഡിവിജ്വൽ റൂട്ട് പ്രത്യേകം റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഒരേ റൂട്ടിനകത്ത്, ഒറ്റ റൂട്ടിനകത്ത് എഴുതിയിട്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യാം കേട്ടോ. ആ ഒരു കോൺസെപ്റ്റ് എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത് തന്നെയാണ് ഈ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ സിമിലർ ആയിട്ട് ഈ ഒരു കേസ് 3 × റൂട്ട് 3 × റൂട്ട് 2/3 റൂട്ട് 3 × റൂട്ട് 2/3 നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ നോക്കൂ, ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ ഒരു ഡിവിഷൻ ആണ്. സോ ഒന്നും നോക്കണ്ട, ഇതിന് എന്ത് ചെയ്യാം? ഒരേ റൂട്ടിനകത്ത് ഇവിടെ അഡിഷനും സബ്ട്രാക്ഷനും ഒന്നും വരുന്നില്ല എന്നുള്ള കാര്യം മാത്രം ഉറപ്പ് വരുത്തട്ടോ. അഡിഷനും സബ്ട്രാക്ഷനും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല.
മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം കൂടി റൂട്ടിനകത്ത് എഴുതാൻ പറ്റും. അപ്പോൾ √3 ഇൻറ്റു √2/3 ആണെങ്കിൽ നമ്മൾ ഈ റൂട്ടിനെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന് മാത്രം ഉള്ളതുകൊണ്ട് ഇതിന് എന്ത് ചെയ്യാം, റൂട്ടിന്റെ കാര്യം വിട്ടിട്ട് 3 ഇൻറ്റു 2/3 3 ഇൻറ്റു 2/3 ഉണ്ടോ അതെടുക്കുക, പിന്നെ അതിന്റെ മൊത്തത്തിലുള്ള റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ ഓക്കെ, അതാണ് ഈ പറയുന്ന കാര്യം. അതായത് ഫോർ എനി ടു പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, ഫോർ എനി ടു പോസിറ്റീവ് നമ്പർ എക്സ് ആൻഡ് വൈ, റൂട്ട് ഓഫ് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് വൈക്ക് ഈക്വൽ ആണ്. റൂട്ട് ഓഫ് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് വൈക്ക് ഈക്വൽ ആണ്. നേരത്തെ പറഞ്ഞ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് വൈക്ക് ഈക്വൽ ആണെന്ന് പറയുന്ന പോലെ റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് വൈ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് ബൈ വൈക്ക് ഈക്വൽ ആണ്. ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് എക്സിന്റെയും വൈയുടെയും റൂട്ട് എടുത്ത് ഗുണിക്കുന്നത് എന്തിനു തുല്യമാണ്, എക്സ് വൈയുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് റൂട്ട് എടുക്കുന്നതിന് ഈക്വൽ ആണ്. അതുപോലെ റൂട്ട് എക്സിന്റെയും റൂട്ട് വൈയുടെയും ഡിവിഷൻ എന്ന് പറയുന്നത് എക്സിന്റെയും വൈയുടെയും ഡിവിഷന്റെ റൂട്ട് എടുക്കുന്നതിന് ഈക്വൽ ആണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റൂട്ട് ഓഫ് 1/2ന്റെ വാല്യൂ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ നോക്കാം. റൂട്ട് ഓഫ് 1/2 നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് 1/2 നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് എന്ത് ചെയ്യാം, √1 ഡിവൈഡ് ബൈ √2 എന്ന് എഴുതാം. √1ന്റെ വാല്യൂ നമുക്കറിയാം, √1ന്റെ വാല്യൂ എന്താണ്, 1 ആണ്. √2നെ നമുക്ക് അങ്ങനെ എഴുതാം. ഇനി 1 ഇതിന്റെ ഒരു ഏകദേശ വില കണ്ടുപിടിക്കണം. എന്താണ്, √2ന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1.414. ഇത് ഏകദേശ വിലയായിരിക്കും. ഇത് ശരിക്കുള്ള വിലയാണോ, അല്ല, ഒരു ഏകദേശ വില. പക്ഷേ ഡിനോമിനേറ്ററിൽ ഇങ്ങനെ വരുന്നത് നമുക്ക് എന്താണ്, ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 1 ഡിവൈഡ് ബൈ 1.414 എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അടുത്ത് ന്യൂമറേറ്ററിൽ 1000 കൊണ്ട് ഡിനോമിനേറ്ററിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കുറച്ച് എളുപ്പമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് 1/2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, 2/4ന് ഈക്വൽ അല്ലേ. കാരണം 2/4 എന്ന് പറഞ്ഞാൽ 2 ക്യാൻസൽ ആവും. സോ 1/2 എന്ന് തന്നെ കിട്ടും. എങ്ങനെയാ ശരിക്കും 1/2 2/4 ആയത്, 1/2ന്റെ കൂടെ മുകളിലും താഴെ നമ്മൾ എന്ത് ചെയ്തു, 2നെ മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ, 2നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തായി, 2/4 ആയി. അപ്പോൾ വാല്യൂന് വ്യത്യാസം ഉണ്ടോ, ഇല്ല. അപ്പോൾ നമുക്കിനി ഇവിടെ റൂട്ട് 1/2 എടുക്കുന്നതിനവർ എന്ത് ചെയ്താൽ മതി, √2/4 എടുത്താൽ മതി. √2/4 എടുക്കുക മീൻസ് √2/4 √2/4 വാല്യൂ നമുക്കറിയാം 1.414 ആണ്. √4ന്റെ വാല്യൂ അറിയാം എന്താണ്, 2 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ഡിവൈഡ് ചെയ്യുന്ന എളുപ്പമല്ലേ. 1.414 ഡിവൈഡ് ബൈ 2 എന്താണ്, ദാറ്റ് ഈസ് 0.707 ആണ് 1.414 ഡിവൈഡ് ബൈ 2. അപ്പോൾ 1/√2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, √2/2 ചെയ്താൽ മതി. √2/2. അപ്പോൾ അതാണ് ഇവിടെയും പറയുന്നത്. ഈ ഡിനോമിനേറ്ററിൽ എന്ത് വരുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുക, ന്യൂമറേറ്റർ ആ മൊത്തത്തിലുള്ള ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഈസി ആയിട്ട് ആൻസർ കിട്ടും. അതിന് കാരണം ഇതാണ്, കണ്ടോ ഇവിടെ ഉണ്ട്, നമ്മൾ 2 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്തില്ലേ. അപ്പോൾ താഴത്തെ സ്ക്വയർ റൂട്ട് എടുക്കുക എളുപ്പമാണ്. ഡിനോമിനേറ്ററിൽ ഡെസിമൽ നമ്പർ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ കാര്യം. ഇനി ഇത് ജോമെട്രിക്കലി നോക്കിയാലും ശരിയാണ്, ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ഒരു ചിത്രത്തിൽ നോക്കൂ, ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ നോക്കിയാൽ ഈ ചിത്രം എടുക്കാം. ഈ ചിത്രം പരിഗണിച്ചാൽ നമുക്ക് 1 1 ഇതിന്റെ എന്താണ്, സൈഡെല്ലാം 1 യൂണിറ്റ് വീതമാണ്. അപ്പോൾ ഇതിന്റെ ഡയഗണൽ എത്ര വരും, √2. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ആണെങ്കിൽ ഡയഗണൽ എന്തായിരിക്കും, ഒരു സ്ക്വയറിൻ്റെത് എ ആണെങ്കിൽ അതിന്റെ ഡയഗണൽ എന്തായിരിക്കും, √2a ആയിരിക്കും. ഓക്കെ, √2a ആയിരിക്കും. ഇവിടെ എയുടെ വാല്യൂ 1 ആണ്, അപ്പോൾ ഇവിടെ √2 വരും. അപ്പോൾ ഇതിന്റെ പകുതി എന്തായിരിക്കും വരിക, √2/2 ആയിരിക്കും ഇതിന്റെ പകുതി വരിക അല്ലേ. അപ്പോൾ മൊത്തത്തിൽ √2 ആണെങ്കിൽ അതിന്റെ ഹാഫ്, ഡയഗണലിന്റെ ഹാഫ് എന്ത് വരും, √2/2. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇവിടെ വെച്ച് മുറിക്കുന്നു. ഇവിടെ ഒരു സ്ക്വയർ എടുക്കുന്നു. അതായത് ഇതിന്റെ നീളം 1/2, ഇതിന്റെ നീളം 1/2. അപ്പോൾ ഇതിന്റെ ഡയഗണലിന്റെ നീളം എന്ത് വരും, 1/2 × √2 അല്ലേ. 1/2 × √2, a√2 അല്ലേ, 1/2 × √2. അപ്പോൾ ഇതെന്ത് വരും, 1/2 × √2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 × √2 is √2 / 2 അല്ലേ, √2 / 2 അല്ലേ. അപ്പോൾ സെയിം അല്ലേ, √2 / 2 അല്ലേ കിട്ടിയത്. അപ്പോൾ ഇത് ജിയോമെട്രിക്കലി നോക്കിയാൽ ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മളല്ലാതെ അനലിറ്റിക്കലി നോക്കിയാലും ശരിയായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഓൾജിബ്രായിക്കലി നോക്കിയാലും ശരിയായിട്ടുള്ള കാര്യമാണ്. സോ അതുപോലെ തന്നെ എന്താണ്, √3യുടെ കേസ് വന്നാലും ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ കേട്ടോ. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 1/√x ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. 1/√xനെ
ഇൻറ്റു റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ചെയ്താൽ മതി. ഓക്കെ, ഇൻറ്റു റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ്. ഇതിവിടെ അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1 ഇൻറ്റു റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എക്സ് എന്ന് വരും കേട്ടോ. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എക്സ് എന്ന് വരും. അതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് 1 ബൈ റൂട്ട് എക്സ്. ഇതുണ്ടായിരുന്നോ? ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ് 1 ബൈ റൂട്ട് എക്സ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 1 ബൈ എക്സ് ആണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഫൈനൽ വാല്യൂ മാത്രം നമ്മൾ നോക്കൂ. റൂട്ട് എക്സ് ബൈ എക്സിന് ഈക്വൽ ആണ്. 1 ബൈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ബൈ എക്സിന് ഈക്വൽ ആണ് കേട്ടോ. ഞാനിവിടെ പറഞ്ഞില്ലേ 1 ബൈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ബൈ എക്സിന് ഈക്വൽ ആണ്. അപ്പം നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ആക്കണ്ട, ഇത്രയും ചെയ്താൽ മതി. 1 ബൈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൽ റൂട്ട് വന്നു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഡിനോമിനേറ്ററിൽ റൂട്ട് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 ബൈ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ്. അപ്പോൾ എന്ത് വരും? റൂട്ട് എക്സ് ബൈ എക്സ് എന്ന് നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് റൂട്ട് എക്സ് ബൈ എക്സ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ റൂട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കേസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതായത് ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു കേസാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു പോകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഇതിൽ ഡിസ്കസ് ചെയ്യാതെ തിയറിയിൽ അത് ഡിസ്കസ് ചെയ്തിട്ടില്ല, ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അത് ആ പ്രോബ്ലം വരുമ്പോഴത്തേക്കും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഇപ്പോൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. റൂട്ട് എക്സ് ബൈ റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാനേ? റൂട്ട് ഓഫ് എക്സ് ബൈ വൈ എന്ന് എഴുതാം. അതുപോലെ 1 ബൈ റൂട്ട് എക്സ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് എക്സ് ബൈ എക്സ് ആണ്. ഇത് രണ്ട് കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത് കേട്ടോ. ഈ രണ്ട് കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.